ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളിരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം ശ്ലോകം 3. ദുഗ്ധാംഭോധേർമധ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേയൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്തിയാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ദുഗ്ധാംഭോധേർ, ദുഗ്ധാം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭോ എന്നുള്ളത് ധേ എന്നുള്ളത് അടുത്തടുത്ത് വരുന്നുണ്ട്. 3 അക്ഷരങ്ങൾ ഊന്നി പറയാനുള്ളത്. മധ്യഭാജി അതിലത്തെ ധ്യാന്നും ഭാന്നും ഊന്നി പറയണം. ത്രികൂടേ ക്രീഡൻ, ക്രീഡൻ ഡ എന്നാണ്. ടാഠ ഡ മൂന്നാമത്തെ ഡ എന്നാണ്. ക്രീഡൻ ശൈലേ യൂഥപ അയം ചേർത്തിട്ട് യൂഥപോയം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വശാഭി അവിടെ വിസർഗമുണ്ട്. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വശാഭി അപ്പോൾ അങ്ങനെ വിസർഗം ചൊല്ലണം. സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട, ജന്തൂനത്യവർത്തിഷ്ട ചേർത്തിട്ട് ഇഷ്ട എന്നൊക്കെ ഉള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ശക്തിയ കാത്ത എന്നാണ്. ശക്തിയ അതൊട്ടും ഊന്നണ്ട. ത്വത് ഭക്താനാം ചേർത്തിട്ട് ത്വത് ഭക്താനാം. ഇവിടെ അതേപോലെ ത എന്നുള്ളത് ഒട്ടും ഊന്നണ്ട. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കുത്ര ന ഉത്കർഷലാഭ അവിടെ വിസർഗമുണ്ട്. അപ്പം അങ്ങനെ നിർത്തണം. ന ഉത്കർഷലാഭ അങ്ങനെ നിർത്തണം. ലാഭ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ചേർത്തിട്ട് നോത്കർഷലാഭ. ദുഗ്ധാംഭോധേർമധ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേയൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്തിയാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭ. അടുത്തത് 4ാമത്തെ ശ്ലോകം. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്തിയാ സോയം ഖേദാന പ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ കർമ്മതാന്തസരസ്യാം യൂഥൈഃ സാർദ്ധം ത്വത്പ്രണുന്നോഭിരേമേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. സ്വേന, സ്വേനാവാനുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സ്ഥേംന, സ്ഥേ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. സ്ഥേംന ദിവ്യദേശത്വശക്തിയ, ശക്തിയ എന്നുള്ളതിൻ്റെ കാത്ത എന്നാണ്. ഒട്ടും മൂന്നണ്ട. ത്യ നാവാനുള്ള ചിഹ്നം ദീർഘം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. സ അയം സോയം ഖേദാൻ അപ്രജാനൻ ചേർത്തിട്ട് ഖേദാന പ്രജാനൻ. ഖേ എന്നുള്ളതിൻ്റെ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കദാചിത് ശൈലപ്രാന്തേ കർമ്മതാന്ത സരസ്യാം. കർമ്മതാന്ത എന്നവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു സാന്ന് മതി. സരസ്യാംന്ന് ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. കർമ്മ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കർമ്മ മ എന്നുള്ളതും മെല്ലെ നൂന്നണം. യൂഥൈ സാർത്ഥം അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ യൂഥൈ സാർത്ഥം ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ വിസർഗമില്ലാതെ ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. യൂഥൈ സാർത്ഥം. യൂഥൈ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. സാർദ്ധം ദ ഥ എന്നാണ്. അത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ് ഥം എന്നുള്ളത്. ത്വത് പ്രണുന്നോഭിരേമേ.
ത്വത്പ്രണുന്ന അഭിരേമേ. ഭി നന്നായിട്ട് ഊന്നി പറയണം. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്തിയാ സോയം ഖേദാന പ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ കർമ്മതാന്തസരസ്യാം യോഥൈ സാർത്ഥം ത്വത്പ്രണുന്നോഭിരേമേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.